ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ എന്തൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായി. ഇതിൻ്റെ ലോങ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് സാധനം എന്തിനൊക്കെ കൊണ്ടുപോകണം ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബാഗിൽ വേണ്ടിയിട്ട് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ സിസ്റ്റർമാർ ചോദിക്കുന്നതാണ് ഒരു നൈറ്റി ചോദിക്കും, അതേപോലെ തുണികൾ ചോദിക്കും, എന്തെങ്കിലും മറ്റു വേസ്റ്റ് കവറുകൾ എന്തെങ്കിലും ആവശ്യം വരും. പിന്നെ ഉണ്ണീനെ റിസീവ് ചെയ്യാനുള്ള റിസീവിങ് ടവല്, ഇതൊക്കെ അടങ്ങിയ ഒരു ബാഗാണ് ഞാൻ ആദ്യം പിടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പുൽപ്പായ, തലോണ, ബക്കറ്റ് ഇതൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ബൈസ്റ്റാൻഡറിൻ്റെ ബാഗ്, അതിൽ തോർത്ത്, ഡ്രസ്സുകൾ, ബെഡ്ഷീറ്റ് അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊരു കപ്പ്, പിന്നെ കഞ്ഞിയോ ചായയോ മറ്റോ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ കല്ലുപ്പ് വെച്ചിട്ടുണ്ട്, കത്തി വെച്ചിട്ടുണ്ട്, പാത്രം തേക്കാൻ, കുളിക്കാൻ, അതേപോലെ തന്നെ തിരുമ്പാൻ ഉള്ള സോപ്പുകൾ വെച്ചിട്ടുണ്ട്, ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്, ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്, കുറച്ച് വേസ്റ്റ് കവറുകൾ വെച്ചിട്ടുണ്ട്, ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് വാഷ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ബാഗിലായിട്ട് എനിക്ക് പുതയ്ക്കാനുള്ള പുതപ്പ്, ബെഡ്ഷീറ്റ്, പില്ലോ കവറ്, എന്തെങ്കിലും പോയാൽ മറ്റോ തുടയ്ക്കാൻ വേണ്ടി കുറച്ച് വേസ്റ്റ് തുണികൾ വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല മുണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വേസ്റ്റ് കവറുകൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ അടങ്ങി. പിന്നെ പഴയ ടർക്കികളുണ്ടെങ്കിൽ അത് പിടിക്കുന്നത് നല്ലതാണ് കേട്ടോ, മഴക്കാലമായ കാരണം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂം പൂട്ടി പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു പൂട്ട് വെച്ചിട്ടുണ്ട്. അഴക്കി കെട്ടാൻ ഒരു പാകത്തിന് ഒരു കയറ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ക്ലിപ്പ്, പിന്നെ വേസ്റ്റ് കവർ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ചീർപ്പ്, പൊട്ട്, പൗഡർ, ക്ലിപ്പ്, ബണ്ണ് അതൊക്കെ ഞാനൊരു വേറൊരു പൗച്ചിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഹോട്ട് വാട്ടർ ബാഗാണ് കേട്ടോ. ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള യൂസ്ഫുള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് വേദനകളുണ്ടെങ്കിൽ അതിൽ വെക്കാൻ പാകത്തിനുള്ള ഒരു ഹോട്ട് വാട്ടർ ബാഗാണ് കേട്ടോ. അത് ഞാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെഡിസിൻ്റെ ബോക്സ് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്ക് വേണ്ടിയുള്ള പിന്നിക്കെട്ടി, സോക്സ്, ക്യാപ്പ് ഇതൊക്കെ അടങ്ങിയ ഒരു തോർത്ത് ഇതൊക്കെ അടങ്ങിയ ഒരു ബാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാഗിൽ ഒരു കവറാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും വൈറ്റ് തോർത്തൊക്കെ വേണ്ടി വരും കേട്ടോ. അതൊരു ഈ ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിയുടെ ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്, അതേപോലെ വൈപ്സ്, അതേപോലെ തന്നെ നമ്മുടെ പീരീഡ്സ് പാൻറ്റി, അത് അർജൻറ്റായിട്ടുള്ള സംഭവമാണല്ലോ, അത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ 2 ടൈപ്പ് വാങ്ങിയിട്ടുണ്ട്. പീരീഡ്സ് പാൻറ്റി ടൈപ്പ് വാങ്ങിയിട്ടുണ്ട്, സാധാ ടൈപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മിൽക്ക് പമ്പ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു ബൗളുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്തൊരു ബാഗിൽ വെക്കേണ്ടതായിട്ടുള്ള സംഭവം നമ്മുടെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ് എന്നീ ഡീറ്റെയിൽസ് ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ, ബർത്ത് സർട്ടിഫിക്കറ്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊരു ബാഗിലാക്കിയിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ്, നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട്സ്, അതേപോലെ തന്നെ അമ്മയും കുഞ്ഞും ബുക്ക്, ഒരു പേന, അങ്ങനത്തെ ഡോക്ടർ എഴുതിയ നമ്മുടെ എല്ലാ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഡോക്ടർ എഴുതിയ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ഫയൽ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരെ അർജൻറ്റായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ എൻ്റെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ മോൻ്റെ ഒരു ടവൽ വെച്ചിട്ടുണ്ട്, ടർക്കി വെച്ചിട്ടുണ്ട്. മഴക്കാലമായ കാരണം എക്സ്ട്രാ പിടിച്ചതാണ് കേട്ടോ. നമ്മുടെ വയറും ഇടാനുള്ള പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ വയറ് ടൈറ്റ് ചെയ്ത് കെട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം പിടിച്ചിട്ടുണ്ട്. പിന്നെ കൂടെ നിൽക്കുന്ന ഫസ്റ്റത്തെ മോൻ്റെ ഡ്രസ്സുകൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സുകളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ നമ്മൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അഡീഷണൽ ഉണ്ണീരൊരു നെറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുപോയി വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ.